ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മിക്സ്ചർ ആണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കടലമാവ്, നിലക്കടല, മുട്ട, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കറിവേപ്പില, വെളുത്തുള്ളി. ആദ്യമായി ഞാൻ കടലമാവിലേക്ക് മുട്ട ഉടച്ചു വയ്ക്കുകയാണ്. ഏകദേശം 3 മുട്ടയാണ് ഞാൻ ഇതിന് ആവശ്യത്തിലേക്കായി എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുക്കേണ്ടതാണ്. കുഴയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഈ മാവ് നീക്കിയിരിക്കുകയാണ്. അതിനുശേഷം പച്ചവെള്ളം അതിലേക്ക് ഒഴിക്കുക. വളരെ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കണം, കാരണം കൂടിപ്പോകരുത്. എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന സേവനാഴിയിലേക്ക് ഞാൻ ഈ മാവ് പകർന്നിടുകയാണ്. ചൂടായ പാനിലേക്ക് ഞാൻ എണ്ണ പകരുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞു. നമ്മൾ കടലമാവ് ചൂടായ എണ്ണയിലേക്ക് രണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം. ഒന്ന് അടിയിൽ കൂടി ഇട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഈ രീതിയിൽ പൊക്കിയെടുത്ത് നമുക്ക് മറിച്ചിടാം. തീ വളരെ സിമ്മിലിട്ട് വേണം ഇതുണ്ടാക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്പി പരുവത്തിൽ വേണം നമ്മളിത് കോരിയെടുക്കാൻ. ഇത് ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ മിക്സറിൻ്റെ ആദ്യ പടി ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കുകയാണ്. ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന കടല, നേരത്തെ തന്നെ ഉപ്പ് തിരുമ്മി വെച്ചിരുന്നതാണ്, അത് വറുത്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ കടല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് ഒരു ബൗളിലേക്ക് കോരി മാറ്റുക. നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് നേരത്തെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്നതാണ്, ആ വെളുത്തുള്ളി നമ്മൾ ഇടുകയാണ്. അതിനുശേഷം കറിവേപ്പില, മുളക് പൊടി ആവശ്യമുള്ളവർക്ക് അല്പം കൂടി വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. നമ്മുടെ മുളക് പൊടിയും കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലയിലേക്ക് കോരിയിടുകയാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് ഞാനിതിലേക്ക് കുടഞ്ഞിടുകയാണ്. അതിനുശേഷം ഇത് നമ്മൾ കൈകൊണ്ട് ഏകദേശം ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുന്നത് നല്ലതാണ്. കടല വറുത്തതും മുളക് പൊടി, ചതച്ച വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഈ രീതിയിൽ നമ്മൾക്കതിനെ യോജിപ്പിച്ചെടുക്കണം. സ്വാദിഷ്ടമായ മിക്സ്ചർ റെഡിയായി കഴിഞ്ഞു. ചൂടാറിയ ശേഷം നമുക്ക് കുപ്പിയിലടച്ച് സൂക്ഷിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.